എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ്. ഒരു പച്ചമാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി. ഇപ്പോൾ വളരെ ചൂടാണ്. എല്ലാവരും ഇപ്പോൾ പലതരത്തിലുള്ള ജ്യൂസുകൾ ട്രൈ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ നാളെ നിങ്ങൾ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. പച്ചമാങ്ങ ജ്യൂസ് അടിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ മാങ്ങ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാന്താരി മുളകും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരുവിധം നല്ല എരിവുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആയാലും മതി. കാന്താരി മുളക് ആകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും അതുപോലെ തന്നെ ഒരു നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക, ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുക. എല്ലാം കൂടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ആദ്യം അടിച്ചെടുക്കണം. ആദ്യം അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നെ ഒന്ന് അടിച്ചെടുത്ത ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് അരച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇതിൽ 1 ഗ്ലാസ് ആയിട്ട് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ഇതുപോലെ 2 ഗ്ലാസ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല റെസിപ്പികൾക്കും ഗാർഡനിങ് ടിപ്പുകൾക്കും എല്ലാമായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്